പോണോടത്ത് വെടിവെച്ചൊക്കെ കേക്കണം കേട്ടോ. അതിനകത്തൊന്നും പോയി കേറല്ല ദയവ് ചെയ്ത്. ഈ വഴിയൊക്കെ വന്നിട്ട് എത്ര നേരമില്ലേ? സത്യം ഇതൊന്നും വരാതെ ഇല്ല. ഇതെന്ത് ബെല്ലാരി അടിക്കും. പച്ച വണ്ടിയാണ്. അവർക്കൊക്കെ കാണുന്നതേ കലിയാ. ഫുഡ് ഫുഡിന്റെ കൂടെ എന്തൊരു ഇത്രയും വലിയൊരു പരിപാടിക്ക് വരുമ്പോ മള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിട്ടുണ്ട് കഞ്ഞി മാമൻ കുടിക്കും കുടിക്കും. ഹലോ ഓ കേക്കാം. എല്ലാരും കേക്കുന്നില്ലേ? എന്റെ സൗണ്ട് നോക്കിയേ. കേക്കാം. മാമനെന്ന് ഒച്ചപ്പാടുണ്ടാക്കിട്ട്. ഹലോ മാമ കേക്കോ? ചേടാ മാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടലടാ. ഇല്ല വലിച്ചെന്തോടാനുള്ള ആര്? അല്ല വലിച്ച് ശബ്ദം കേക്കടാ. പാസ്റ്ററിനെ കേൾക്കും. അല്ല മാമൻ എവിടെ പോയി? കത്തിയോ? ഹലോ അളിയ ബോബോയ് ഒന്ന് താഴെ വന്നേ. ഹലോ കാര്യം പറഞ്ഞോ. ഹലോ ആ ബാബു, മള്ളി ഇവന്റെ വായിക്കാത്ത ആരാണ്ട് അരി പറിച്ച് വെച്ചിരിക്കണം. വാ അങ്ങോട്ട്. ബാബു കൊണ്ടുവന്നേ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? മള്ളി ഈ സ്ഥലം ഓർമ്മയില്ല. കുട്ടത്തിരത്തോടെ മറക്കും മള്ളി. ഞാനത് പറയാൻ വരുമായിരുന്നു കേട്ടോ. നമുക്കറിഞ്ഞോട്ടെ മള്ളി ഏതൊരു ചിന്തിക്കുന്നു. പറയടാ. സെർവറിലോട്ട് കയറണം. ഇവിടെ അവന്മാര് നമ്മള് എന്തോടെ കേട്ടില്ല. നമുക്ക് ഇതേ സ്പെഷ്യലിറ്റി ടെസ്റ്റ് സെർവറിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടുത്തെ അഡ്മിൻ PL ആയോണ്ട് ഇവിടെ കളിക്കാന്ന് ഓർത്താണ് ചെയ്തേ. പക്ഷെ വരുമോ? വരും കുറഞ്ഞ് അവൻ നല്ല അടി അടിക്കുന്നതാണ്. കുഴപ്പമില്ല. ഇവിടെ തന്നെ ചെയ്യാം. എടാ ഇവിടെ തന്നെ ചെയ്യാടാ. ആണോ? എന്നാ ഇവിടെ തന്നെ ചെയ്യാം. കുഴപ്പമില്ല. വാ കേറി വാ. ഇവിടെ തന്നെ ചെയ്യാം. വേണ്ട അത് ഇവിടെ തന്നെ മതി. നമുക്ക് പറയാം ബാബു. മാമ ബുഷ് ടോക്ക്. അടുത്തടുത്തിരിക്കുന്നത് സംസാരിക്കാവേ. അടുത്തടുത്തിരിക്കുന്നവര് മാത്രം സംസാരിക്കും. ബാബുഷേട്ടൻ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം സെറ്റ് ചെയ്യായിരുന്നാ? എടാ പോടാ കണ്ണാപ്പി ഇറങ്ങി. അല്ലല്ല ഇത് വേറെ വേറെ അല്ല. ബാബുഷേട്ടന് മനസ്സിലായില്ലേ? എടാ ഡിസ്കോഡിൽ ഇരുന്ന് പുഷ് ടോക്ക് ഇട്ട് കളിക്കുവല്ലേ. അപ്പൊ പിന്നെ നീ അവിടെ പോയിരുന്ന് കൊണച്ചാ എങ്ങനെ ഇത് എന്ത് ഫ്ലോ കിട്ടാനാ? ഓ അത് ശരിയാ. സോറി ഞാൻ വിട്ടു കേട്ടാ. പോ ഞാൻ അതങ്ങ് വിട്ടു വേണ്ട. ഹലോ അപ്പൊ ഇത് അടുത്തടുത്ത് സംസാരിക്കാൻ പറ്റൂലല്ലേ? അത് വേറൊരു പ്രശ്നം. എടാ അടുത്തടുത്ത് നിന്നല്ല സംസാരിക്കാൻ പറ്റുള്ളൂ. ദൂരത്ത് നിന്നല്ല. അതല്ല ഇവന് വേറെ ആരോടും അടുത്തടുത്ത് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ബാബുഷേട്ടൻ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഒരു വഴിയില്ല. അതാണ് മെയിൻ പ്രശ്നം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് കേറി നോക്കിയാ നിങ്ങളെല്ലാരും. നമുക്ക് ഇത് സിറ്റി തന്നെ ചെയ്തിട്ട കാര്യം. അല്ലല്ല സിറ്റിയിൽ എല്ലാരും ഒന്ന് ഇത് മ്യൂട്ട് ചെയ്തിട്ട് സിറ്റിയിൽ ഒന്ന് സംസാരിച്ച് നോക്കിയേ. ഹലോ കേക്കാവോ? ഉള്ള കാര്യം പറയാം മള്ളി. എനിക്ക് സൂപ്പർ കേൾക്കാം. എനിക്കും കേക്കാം. പൊട്ടന്മാരാണോ? ബാക്കിയുള്ള പൊട്ടന്മാർക്ക് കേൾക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് കേൾക്കാം. എനിക്ക് ഓക്കെയാണ്. ഓൾ ഗുഡ്. ഓൾ സെറ്റ്. എടാ നീ സൗത്തിന്റെ കൂടെ കളിപ്പാട്ടം മേടിച്ചു കൊടുത്ത് കൂടി ഇപ്പൊ അവന്റെ കൂട്ടാ സംസാരിക്കുന്നത് കേട്ടാ. നീ ചന്ദ്ര നീ ചന്ദ്രപതി ക്യാരക്ടർ തുടങ്ങി. സത്യമായിട്ട് നീ അവന്റെ കൂട്ടാണ് കേട്ടോ സംസാരിക്കണേ. നമ്മള് ഉള്ളോട് ചെറുപ്പല്ലാണ് നമ്മള്. കൊച്ചുപിള്ളേരെ പോലെയാണ്. ചെറുതാ. ഞാൻ മാമലിപ്പം
ഉള്ളി ചെറുതാണ് അത് ഇച്ചിരി നമുക്കറിയാം സമയം- അത് നമുക്കറിയാം ചന്ദ്ര, അത് നമുക്കറിയാം നിനക്ക് ചിലപ്പോ ഇച്ചിരി ഇപ്പൊ സമയം പോയി. നിന- നീ സമയം sound പോയി ഇടല്ലേ? ഒരാൾ നീ sound ഇടല്ലേ? നീ sound ഇടല്ലേ? നീ sound ഇടല്ലേ? നീ sound ഇടല്ലേ ചന്ദ്ര? വാസണ്ണ, നമുക്ക് എന്തെങ്കിലും നീ copy അടിക്കല്ലേ? copy അടിക്കല്ലേ? അയവർക്കാർ എന്തൊക്കെ കാര്യങ്ങളുണ്ട് വാസണ്ണ. അതിന് ഒരു പാവ പിഞ്ച് മനസ്സിൽ കുത്തി നോക്കണം ഇങ്ങനെ. ചില കാര്യങ്ങളൊക്കെ നീ അങ്ങനെ വെള്ളത്തിൽ കയറിയതാ വാസണ്ണ വാസണ്ണ ഒരു അല്പസമയം ഡിലേ ആയതിന് പാവപ്പെട്ട മനസ്സ് ഇങ്ങനെ വേദനിപ്പിക്കില്ല. ഇല്ല അത് ഞാൻ വേദനിപ്പിക്കില്ല. ബാബുവിനോട് വന്ന് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ബാബുവിനോടെ കൂടി പാണ്ടി വെങ്കാളിക്കാരി ആ വണ്ടി എത്ര നേരെ നമ്മളിട്ട് കറക്കണ ഈ വന്നവൻ. ഞാൻ പറഞ്ഞ പിടിച്ചിട്ട് എന്നെ മുട്ടൻ തെറിവിളി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇടയായിട്ടുണ്ടല്ലോ ഇവന് മറ്റേ ക്യാരക്ടർ പവർ ഒക്കെ കൂടിയ ഒരു ഫീലാണ് കേട്ടാ. മള്ളി, അതല്ല, അപ്പൊ വേറെ ആരും ഊക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. മറ്റേ ചന്ദ്രാണ്ണൻ മനസ്സിലായി, അതാണ് ചന്ദ്രാണ്ണൻ സെറ്റപ്പ്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ചന്ദ്രനെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചിന്ത ഒരു വണ്ടി പോണ്, ഞാൻ അവനെ വല്ലതും പറഞ്ഞ അവന് കുഴപ്പമില്ല, ചുമ്മാ തറക്കേച്ചിരിക്കും. പക്ഷെ പിള്ളേരെ ഫ്രണ്ട് ചോദിച്ചു ഇപ്പൊ ചന്ദ്രനൊന്നും പറയാൻ പാടില്ല. അപ്പൊ കൊണ്ടുള്ളവൻ കേട്ടാ. ഇപ്പൊ ചെറിയ പ്രശ്നമുണ്ട്, പിള്ളേർ ആരെന്ത് പറഞ്ഞാലും വെടിച്ചു കളയും. അതാണ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഈ പിള്ളേരുടെ ഒക്കെ കാര്യം. ഭയങ്കര പ്രശ്നമാണ് ബാബു. അവരാണ് പ്രശ്നം. മള്ളി എന്റെ പേര് തിരിക്കണം. അതാണ് ഇപ്പൊ ഇത്രയും മൊലയിലിരിക്കുന്ന പവറില്ലേ, അതാണ് പെർഫെക്റ്റ് പവർ. അതെ അത് നിനക്ക് ഊക്കാൻ നല്ല അവസരം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് പെർഫെക്റ്റ് പവർ. ഞാൻ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നിനക്ക് ആ ചാൻസ് മിസ്സാവുമല്ലോ. ഇല്ല മല്ലി, പക്ഷെ ഞാൻ ഒരുപാട് പേര് നിൽക്കുമ്പോൾ മലയാളി മുന്നിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാവരും ഒരുപാട് പേര് കൂടി നിൽക്കുമ്പോൾ മറ്റുള്ളവരെ നിൽക്കുമ്പോൾ ഞാൻ മലയാളിയെ പറയില്ല, മനസ്സിലായില്ലേ? മാത്രമല്ല മലയാളിക്ക് എന്തെങ്കിലും വിഷമമുള്ള ദിവസമാണെങ്കിൽ ഞാൻ മലയാളിയെ പറയില്ല, ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞ് മലയാളിയെ സന്തോഷം. അത് സ്നേഹബന്ധം. ഈ സ്നേഹം കാരണം കുറെ നീ ഉണ്ടാക്കിയല്ലോ. അതാണ് എനിക്ക് എന്റെ മനസ്സിലാ അത്ര മതി, അത് മതി എനിക്ക്. ഞാൻ സന്തുഷ്ടനാണ്, ഞാനായതുകൊണ്ട് മാത്രം. പിന്നെ എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ ബാബു. ഇപ്പൊ നേരത്തെ മെയിൻ പരാതി എന്തായിരുന്നു വെച്ചാൽ, ഞാൻ സിറ്റിയിലെ സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല, വെടി വെക്കുന്നില്ല എന്നായിരുന്നു കേട്ടാ. ഇപ്പൊ വെടി വെച്ച് തുടങ്ങിയപ്പോ KKPP-ലൊക്കെ മറ്റേ വേറെ ചാണകത്തിലും പച്ചത്തിലും ഒക്കെ ഉള്ളവന്മാരൊക്കെ വന്നിട്ട് ഇപ്പൊ പറയണത് എന്തോന്നറിയാവോ? പുള്ളിക്ക് FPS ഉണ്ട്, FPS ഉള്ളതുകൊണ്ട് ഈസിയാണ് വെടിയൊക്കെ വെക്കാനത്. പറഞ്ഞു തുടങ്ങിയോ? ഇന്നലെ KKPP കാണാറ് കേട്ടാ. ഞാൻ കേട്ടാ, ഇവനൊക്കെ നാട്ടുകാരുടെ കുറ്റവും പറഞ്ഞ് മറ്റേ ഇതും വിളിച്ചിട്ട് മറ്റേ ഒന്നും ഉണ്ടാക്കാതെ അവിടെ ഇരിക്കണം. നമ്മൾ ഈ സമയത്ത് സ്ട്രീം ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി ഇഷ്ടമുള്ള PC മേടിക്കുന്നു, ഹൈ എൻഡ് PC മേടിച്ച് നമ്മൾ അതിൽ കളിക്കും. ഇവ എന്ത് ചെയ്യും, തന്തയെ ഓമ്പിച്ചിട്ട് മറ്റേ ഉള്ള ഇതിനകത്ത് മറ്റേ എന്തോ കൊട്ട സാധനമൊക്കെ വെച്ച് ഇരുന്ന് സ്ട്രീം ചെയ്തിട്ട് FPS കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. നമ്മളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വള്ളി, ഇവന്മാരൊക്കെ ഈ ചെറുത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരേപോലെ സാധനത്തിലും തുടങ്ങിയത്. നമ്മൾ ഇവനെയൊക്കെ ഓമ്പിച്ച് നമ്മളെല്ലാം വലിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവന്മാരിപ്പൊ അതിലിരിക്കണം, നമ്മളിപ്പോ നല്ലത് വെച്ചോണ്ടിരിക്കണം. സത്യം അയ്യോ ഒന്നും പറയില്ല. അതും പോരാനായിട്ട് അവന്മാരുടെ കൂട്ടത്തിലുള്ള കഴിവുള്ള ഒരു പയ്യനെ നമ്മൾ PC മേടിച്ചു കൊടുത്തല്ലേ. അത് പറഞ്ഞു തീർന്നില്ലേ അവിടെ തീർന്നില്ലേ പ്രശ്നം? മെയിൻ പ്രശ്നം അതല്ലേ. അവരൊക്കെ ഇപ്പോഴും മറ്റേ നെക്സ്റ്റിലും മൈൻഡ് ചെയ്ത കാണിക്കൊണ്ടിരിക്കണം ഇപ്പോഴും. എന്നിട്ടിരുന്ന് പരാതി, നമ്മുടെ അടുത്ത് പരാതി. എന്ത് ചെയ്യാൻ പറ്റും? എടാ ഇനിയിപ്പോ ഒറ്റ കാര്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് സിറ്റിയിലെ എതിരെ വരുന്ന പയ്യന്മാർക്കൊക്കെ ഓരോ PC മേടിച്ചു കൊടുത്തിട്ട് നമ്മുടെ അതേ സ്പെക്കിൽ കളിപ്പിക്കുമ്പോഴാണ് ഫെയർ ഗെയിം പ്ലേ, മനസ്സിലായി? അല്ലെങ്കിൽ അവരോട് ചെയ്യണം, ബ്രോ നിന്റെ മോട്ടർ ഏത് എങ്കിൽ അവർക്ക് അറിയാം, മോട്ടർ മാറ്റി വെച്ചിട്ട് വരാം, വെയിറ്റ് മനസ്സിലായില്ലേ? കാർഡ് മാറ്റി വെച്ചിട്ട് വരാം, ഓരോരുത്തരുടെ സ്പെക്കിന്റെ കൂടെ അതിനനുസരിച്ച് കാർഡ് വെച്ച് കളിക്കണം. അതെ അങ്ങനെയായ കാര്യങ്ങൾ. നമുക്കത് ഇവിടെ വാ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. വാ. അപ്പൊ അടികൊണ്ട് തുടങ്ങി പലെണ്ണോ അല്ലേ? ഇന്നലെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചില ആൾക്കാർക്ക് പൊട്ടിയില്ലേ? അതെ പൊട്ടുകയും ചെയ്ത് നല്ല തല്ലും കിട്ടി. ഇത് ശരിക്കും ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ശരിക്കും വള്ളി ടീംസിന്റെ പരിപാടിയാണല്ലേ? അതെ ഞാൻ ഏറ്റെടുക്കത്തില്ല കേട്ടോ. എന്ത് അടി വന്നാലും ഇത് വന്നാലും ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കത്തില്ല കണ്ണാപ്പി. ഞാൻ ഇപ്പോഴേ പറയാം. അല്ല ഇന്ന് നീയൊക്കെ ഈ പരിപാടി ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും അടി പൊട്ടിയാ ഞാൻ ഏറ്റെടുക്കത്തില്ല. ഹെൽമെറ്റ് വെച്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് കാര്യം അറിയാം, ഞാൻ അല്ലല്ല ഞാൻ വേറെ ഹെൽമെറ്റ് ഇല്ലേ ഇത്
പണിക്ക് പണിക്കോ ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് ഊരിയായിരുന്നു. കണ്ണാപ്പിന് ചോദിച്ചാൽ ചന്ദ്രനും കണ്ണാപ്പി ഞാൻ ബോധം പോയി ഊരിയപ്പോ തന്നെ. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം വസണ. പിടിച്ച നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വയലല്ലേ മുന്തിരിപ്പാടം. ഇത് മുന്തിരിപ്പാട്. ഇത് പണ്ട് ഞാൻ കുട്ടത്തിയെ കണ്ട മുന്തിരിപ്പാട്. സംസാരിക്കുമെന്ന് വയറൊക്കെ എന്തെങ്കിലും ഫീൽ ഉണ്ടോ എന്തേലും ഈ സ്ഥലം കണ്ടിട്ട്? വികാരം വരുന്നുണ്ടോ? അണ്ണൻ എന്തേലും തോന്നുന്നുണ്ടോ? വികാരം സുഖം കിട്ടാൻ എന്തേലും ഓർമ്മകൾ ഉറുമ്പൂട്ടിലാണ് കെട്ടിയെടുത്തിരിക്കുന്നത്. ഉള്ളിൽ എന്തേലും ഒന്നും വികാരം ഒന്നും വരുന്നില്ല. ഫീലിങ്സ് ഇല്ല. ഇതൊരു ഫീലിങ്സ് ഇല്ലാത്ത ഫീലിങ്സ് ഒക്കെ പോയേട്ടാ. ഇത്രയും കൊല കാണുമ്പോ മള്ളി കേട്ടിൽ തോന്നുന്നുണ്ടോ? ഇത് അണ്ണന്റെ മൈക്ക് പോയി. ഇത് അളിയാ ഇത് ഇന്നത്തെ കേൾക്കാവോ പറഞ്ഞിട്ട് പടുത്തു പോയി. അയ്യോ ഞാൻ മൈക്ക് ഓഫ് ആയിരുന്നടാ ഒരു സെക്കൻഡ്. സോറി മള്ളിക്കെല്ലാം കേൾക്കാറുണ്ടോ? വീണ്ടും പി എൽ ആയി. വീണ്ടും പി എൽ ആയി. എന്നാലും കുഴപ്പമില്ല. കേക്കാം. അല്ല ഞാൻ പറയട്ടെ, എനിക്ക് സ്ഥലം ഓർമ്മയുണ്ട്. പണ്ട് കുട്ടത്തി ഓർമ്മയുണ്ട്. പക്ഷെ കുട്ടത്തി ഉള്ളപ്പോ പോലും ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ മുന്തിരിക്കൊല മാത്രം കൊണ്ടിട്ട് എന്ത് സുഖം കിട്ടാനാണ്? മുന്തിരിക്കലല്ലേ അണ്ണാ സുഖം. അണ്ണ ഒന്ന് ചിന്തിച്ചാണ് മുന്തിരിക്കല വെച്ച്. മുന്തിരിക്കൊല വെച്ച് എന്ത് ചിന്തിക്കാൻ? അണ്ണ മുന്തിരിയൊക്കെ മറന്നുപോയല്ലോ അണ്ണ. അങ്ങ് കൊലയിൽ കടിച്ചു കിടക്കുന്ന കാലിച്ചേക്കാനോ അണ്ണനൊരു മുന്തിരിക്കൊല കടിച്ചു പോയി കിടക്കാൻ ഒരു ആഗ്രഹമില്ലേ? മുന്തിരിക്കൊലയല്ലേ? മുന്തിരിക്കൊല അണ്ണ മറന്നുപോയാ? മുന്തിരി മനസ്സിലായി. മുന്തിരിക്കൊല കശുവണ്ടി. എടാ എന്തോ വാതർന്ന് പറ. ഹലോ എടാ കേക്കുന്നില്ലേ? ഹലോ കേക്കാലോ. പറ. അണ്ണാ അണ്ണ നമ്മൾ പറയുന്ന അടുത്തേ നമ്മൾ പറയുന്ന ചെയ്തോണ്ടാണ്. ഓക്കെ. ഇമോട്സ് എന്താ ഇമോട്സിൽ എന്താ സെർച്ച് ചെയ്യണ്ടേ? എടാ ഇമോട്സിൽ എന്തോ എടുക്കണ്ടേന്ന്. ബാസ്കറ്റ് എന്ന് പറയാം. ഓരോ മുന്തിരി വെച്ച ഓരോ മുന്തിരി വെച്ച അണ്ണ എത്ര മുന്തിരി പറക്കുന്നു അതനുസരിച്ച് നമ്മുടെ ബിസിനസ് വരും. ഈ പഴുത്ത കൊലയാണ് മള്ളി. ജസ്റ്റ് കാണിച്ചാൽ മതി. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? നല്ല പോലെ ഈ പരിക്കൊല അല്ല നീ ഏതാ പറയുക? നീ എന്നാ കൊട്ടയിലോട്ടിടത്? നല്ല വെയിറ്റ് ഉണ്ട്. മുന്തിരി പറിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ള ഇഷ്ടപ്പെട്ടു. ഇല്ല. അതുകൊണ്ട് ശീലമൊക്കെ എടാ ഈ നശിച്ച പി എൽ അടിക്കുന്നവന്മാരുണ്ടല്ലോടാ, നശിച്ചു മുടിഞ്ഞു പോയി. ഇവന്റെ ഒക്കെ സാമാനത്തിൽ കൂടെ വണ്ടി കയറിയിട്ട് റോഡിൽ ഇങ്ങനെ സാധനം ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്തിട്ട് തയ്ച്ചു കൊടുക്കാൻ പറയും. ഞാൻ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് എത്തുമ്പോഴത്തേക്കും അതെടുത്ത് കാട്ടിക്കളയും. അവൻ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അവന്റെ സാമാനം അങ്ങോട്ട് പോകണം. പി എൽ അടിക്കുന്ന പട്ടി. പറയടാ. ടെസ്റ്റർ കയറാണോ?
അതാണ് ഇവിടെ ടാർഗറ്റ് അടിക്കുമെന്ന് അവൻ എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ടാർഗറ്റ് ചെയ്ത് അടിക്കുക. ആണോ എന്നാ പണ്ട് വരെ ഉണ്ട് സീരിയസ് ആയിട്ട്. ടെസ്റ്റർ കയറാം പൈസ എഴുതണറാ. വാ 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 ലൈവ് കാണിക്കലാണ് ഹൈഡ് ചെയ്യണേ. ഇല്ല ഓക്കേ ഡിസ്കേറ്റ് ഗൈസ് ടെസ്റ്റർ കയറി ചെയ്യാം അതല്ലേ നല്ലത്. ഇത് ഭയങ്കര ശോകമാണ് ഇവന്മാരുടെ ഇതിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനൊക്കെ ഇരുന്ന് അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ. നമുക്ക് ആരും അറിയാത്ത IP അറിയാത്ത 4 പേര് മതി RP ചെയ്യാൻ. അത് ഈ വാണങ്ങൾക്ക് അറിയൂലല്ലോ. ഹലോ ഇതിലുള്ളവരെങ്കിലും ഇച്ചിരി മനസമാധാനമായിട്ട് കളിക്കട്ടെ, നമുക്ക് മാറിക്കൊടുക്കാം. സത്യം അടിക്കണ അച്ഛൻ കേക്കാവോ ഒത്തിരി പൈസ ഉള്ള പയ്യനാ. സിംഗിളുള്ളവന്മാരെങ്കിലും മനസമാധാനമായിട്ട് കളിക്കട്ടെ. ഇനി അവന്മാർക്ക് സമാധാനമായല്ലോ. ഇനി എന്തൊരു സുഖം കിട്ടും. അതെ സുഖം കിട്ടുന്ന കാണിക്കല്ലേ. ഇല്ല